ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ 76 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 77-ാമത്തെ ശ്ലോകം വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തഃ ശതമൂർത്തിഃ ശതാനനഃ. വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തഃ ശതമൂർത്തിഃ ശതാനനഃ. ഈ ഒരു ശ്ലോകത്തില് വിശ്വമൂർത്തി, മഹാമൂർത്തി, ദീപ്തമൂർത്തി, അമൂർത്തിമാൻ, അനേകമൂർത്തി, അവ്യക്തഃ, ശതമൂർത്തി, ശതാനനഃ, ഇങ്ങനെ 8 പേരുകളാ ഉള്ളത്. വിശ്വമൂർത്തി, വിശ്വം മുഴുവൻ ആരുടെ മൂർത്തിയാണോ, ആരുടെ ശരീരമാണോ അവനാണ് വിശ്വമൂർത്തി. പുരുഷ ഏവ ഇദം വിശ്വം, ഈ വിശ്വം, ഈ ലോകം മുഴുവൻ പൂർണ്ണൻ പുരുഷൻ തന്നെ എന്ന് ശ്രുതി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ വിശ്വം പുരുഷൻ തന്നെയാണ്, അതുകൊണ്ട് വിശ്വമൂർത്തി. അഥവാ വിശ്വം മുഴുവൻ വ്യാപിച്ച മൂർത്തിയോടൊത്തവൻ, സർവത്ര വ്യാപിച്ച മൂർത്തിയോടൊത്തവൻ, വിശ്വരൂപിയായവൻ. സകല പ്രപഞ്ചവും അവന്റെ അംഗപ്രത്യംഗങ്ങളാണ്. അതാണ് വിശ്വമൂർത്തി. ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ്, വിശ്വമൂർത്തി അസ്യ സർവാത്മകത്വാത്. വിശ്വമൂർത്തി, വിശ്വം മുഴുവൻ ആരുടെ മൂർത്തിയാണോ അവനാണ് വിശ്വമൂർത്തി. എന്തുകൊണ്ട്? സർവാത്മകത്വാത്, എല്ലാത്തിൻ്റെയും ആത്മഭാവമായതുകൊണ്ട്. അപ്പൊ എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിനെല്ലാം ഉണ്മയെ കൊടുക്കുന്ന കേവല സത്യമായതുകൊണ്ട് വിശ്വമൂർത്തി എന്ന് പറയാം. തുടർന്ന് മഹാമൂർത്തി, മഹാനായ മൂർത്തി, മഹശരീരത്തോടു കൂടിയവൻ. പ്രത്യേകിച്ചും വാമനാവതാരത്തിൽ സകല പ്രപഞ്ചത്തോളം വലുതായ ശരീരത്തോടു കൂടിയവൻ മഹാമൂർത്തി. ഇനി മഹത്തായ മൂർത്തിയോടൊത്തവൻ, മഹാത്മ്യമേറിയ അങ്ങേയറ്റം വിഭൂതിയുക്തമായ മൂർത്തിയോടൊത്തവൻ മഹാമൂർത്തി. ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ മഹാനും അമൂർത്തിയുമായവനാരോ അവൻ മഹാമൂർത്തി. മഹാനാണ്, പക്ഷെ അമൂർത്തിയാണ്, ശരീരമില്ലാത്തവനാണ്, രൂപമില്ലാത്തവനാണ്, അതുകൊണ്ട് മഹാമൂർത്തി. ഇങ്ങനെ പല രീതിയിൽ മഹാമൂർത്തി ശബ്ദം നമുക്ക് അനുസന്ധാനം ചെയ്യാം. ഭാഷ്യകാരൻ പറയാണ്, ശേഷപര്യങ്കശായിനഃ അസ്യ മഹതീമൂർത്തിരിതി മഹാമൂർത്തി. ശേഷതൽപ്പത്തിൽ ശയിക്കുന്നവനായ ഭഗവാന്റെ മൂർത്തി വളരെ വിപുലമായതുകൊണ്ട് ഭഗവാൻ മഹാമൂർത്തിയാണ് എന്ന്.
തുടർന്ന് ദീപ്തമൂർത്തി, ദീപ്തമായ പ്രകാശപൂർണമായ മൂർത്തിയോടൊത്തവൻ, അങ്ങേയറ്റം പ്രകാശത്തോടു കൂടിയ മൂർത്തിയോടൊത്തവൻ. രണ്ടു നിലയ്ക്ക് അർത്ഥം പറയാം. ഒന്ന്, സകല പ്രകാശ സ്രോതസ്സുകൾക്കും പ്രകാശത്തെ നൽകുന്ന ദീപ്തമായ മൂർത്തിയോടൊത്തവൻ. യദാദിത്യഗതം തേജഃ ജഗത് ഭാസയതേഖിലം യന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധിമാമകം. സൂര്യനിലും അഗ്നിയിലും ചന്ദ്രനിലും ഒക്കെ യാതൊരു തേജസ് ഉണ്ടോ അത് എൻ്റെതാണെന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോ അങ്ങേയറ്റം ദീപ്തമായ മൂർത്തിയാണ്. അങ്ങേയറ്റം പ്രകാശപൂർണമായ സകല പ്രകാശ സ്രോതസ്സുകൾക്കും പ്രകാശകനായ മൂർത്തി ആരുടേതോ അവൻ. വിശ്വരൂപത്തെ ദർശിച്ച അർജുനൻ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യതി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന എന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. 1000 സൂര്യന്മാർ ഒന്നിച്ച് ആകാശദേശത്ത് ഉദിച്ചു നിരന്നാൽ എന്ത് പ്രകാശമുണ്ടാകുമോ അതാണ് വിശ്വരൂപിയായ അവിടുത്തെ പ്രകാശമെന്ന്. അങ്ങനെ ദീപ്തിയോടൊത്ത മൂർത്തിയോടൊത്തവൻ. ഭാഷ്യകാരൻ പറയുകയാണ്, ദീപ്ത ജ്ഞാനമയീ മൂർത്തിരസ്യൈതി സ്വേച്ഛയാ ഗൃഹീത തൈജസി മൂർത്തി ദീപ്ത അസ്യൈതി വാ. ഭാഷ്യകാരൻ വേറെ തന്നെ ഒരു അർത്ഥമാണ് പറയുന്നത്. അങ്ങേയറ്റം ജ്ഞാനമയിയായ, അതുകൊണ്ട് തന്നെ പ്രകാശപൂർണമായ മൂർത്തിയോട് ശരീരത്തോടൊത്തവൻ, അഥവാ സ്വന്തം ഇച്ഛയാൽ സ്വീകരിച്ച തേജോരൂപമായ മൂർത്തിയോടൊത്തവൻ എന്നിങ്ങനെ രണ്ടർത്ഥങ്ങളാണ് കൽപ്പിക്കുന്നത്. അമൂർത്തിമാൻ, അപ്പൊ വിശ്വമൂർത്തിയാണ്, മഹാമൂർത്തിയാണ്, ദീപ്തമൂർത്തിയാണ്. എന്നാൽ അതേ സമയത്ത് വാസ്തവത്തിൽ അമൂർത്തിമാൻ, മൂർത്തിയില്ലാത്തവനാണ്. ശരീരരഹിതനാണ്. അശരീരം എന്ന് ശ്രുതി ആവർത്തിക്കുന്നുണ്ട്. ശരീരരഹിതമായത്. ഇനി സകല മൂർത്തിരൂപങ്ങളിലും കാണപ്പെടുമ്പോഴും അവൻ അമൂർത്തിയാണ് എന്ന് വെച്ചാൽ അർത്ഥം എല്ലാ മൂർത്തിരൂപങ്ങളിലും കാണപ്പെടുന്നു, അതുകൊണ്ട് വിശ്വമൂർത്തിയാണ്. പക്ഷെ വാസ്തവത്തിൽ അമൂർത്തിയാണ്, ശരീരരഹിതനാണ്. ഈ അർത്ഥമാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. ഭാഷ്യകാരൻ പറയുന്നു, കർമ്മനിബന്ധന മൂർത്തി അസ്യന വിദ്യത ഇതി അമൂർത്തിമാൻ. കർമ്മനിബന്ധനമായ മൂർത്തി ഇല്ലാത്തവൻ, ശരീരമില്ലാത്തവൻ ആരോ അവൻ അമൂർത്തിമാൻ. ന തസ്യ പ്രതിമാസ്തി, അവന് പ്രതിമയില്ല എന്ന് തുടങ്ങി ഉപനിഷത്ത് അവന്റെ മൂർത്തിരാഹിത്യത്തെ എടുത്തു പറയുന്നുണ്ട്. അനേക മൂർത്തി, അമൂർത്തിമാൻ എന്ന് പറഞ്ഞ ഉടനെ അതിന് വിപരീതം പറയുകയാണ് അനേകമൂർത്തിമാൻ, അനേകമൂർത്തിയോടൊത്തവനാണ്. വാസ്തവത്തിൽ അമൂർത്തിയാണ്, എന്നാൽ എല്ലാ മൂർത്തി രൂപങ്ങളിലും കാണപ്പെടുന്നവൻ അവൻ തന്നെയാണ്. എല്ലാ രൂപങ്ങളിലും നാമങ്ങളിലും ഭാവങ്ങളിലും കാണപ്പെടുന്നത് അതേ ഈശ്വരനാണെന്നത് കൊണ്ട് അനേകമൂർത്തിയാണ്. സഹസ്ര ശീർഷാ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ് തുടങ്ങിയ സ്ഥലത്ത് ഏതെല്ലാം അംഗപ്രത്യംഗങ്ങളോട് കൂടിയവനാണോ അപ്രകാരം ആയിരക്കണക്കിന് കണ്ണുകൾ, കൈകൾ, കാലുകൾ, തലകൾ തുടങ്ങിയവയൊത്തവൻ എന്ന് പരാമർശിക്കുകയാണ്. അനേകമൂർത്തിയാണ്. അവിടെ ഏകമൂർത്തി എന്നുള്ള പരിമിതത്വം ഇല്ല, അനേകമൂർത്തി. അതേ സമയത്ത് അമൂർത്തിയാണ്. ഇപ്പൊ സോപാധികമായി അനേകമൂർത്തിയാണ്, നിരുപാധികമായി അമൂർത്തിയാണ്. ഭാഷ്യകാരൻ പറയാണ്, അവതാരേഷു സ്വേച്ഛയാ ലോകാനാം ഉപകാരിണി ബഹീമൂർത്തി
ഭജതേതി അനേകമൂർത്തി. അവതാരങ്ങളിൽ സ്വന്തം ഇച്ഛ കൊണ്ട് ലോകാനുഗ്രഹം ചെയ്യാൻ വേണ്ടി അനേക മൂർത്തികളെ സ്വീകരിക്കുന്നവനാരോ, അനേക രൂപഭാവങ്ങളെ മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും അങ്ങനെ അങ്ങനെ അനേക രൂപഭാവങ്ങളെ ലോകോപകാരാർത്ഥം ഗ്രഹിക്കുന്നവനാരോ അവൻ അനേകമൂർത്തി. എന്നാൽ വാസ്തവത്തിലോ അമൂർത്തി. തുടർന്ന് അവ്യക്ത, വ്യക്തനല്ലാത്തവൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് തിരിച്ചറിയാത്തവൻ, അഥവാ നാമരൂപങ്ങളായി വ്യഞ്ജിക്കപ്പെടാത്തവൻ. അവ്യക്ത. യദ്യപി അനേകമൂർത്തിത്വം അസ്യ തഥാപി അയം ഈദൃശഃ ഏവ ഇതി ന വ്യജ്യതേ ഇതി. അനേകമൂർത്തിയോടൊക്കെ ഒത്തവനാണെങ്കിലും ഇന്നതാണ് ഇவ்விധമാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവ്യക്തനാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നില്ല, നാമരൂപരഹിതനാണ്, അതുകൊണ്ട് അവ്യക്തനാണ്. എത്തത് അദ്രേശ്യം അഗ്രാഹ്യം തുടങ്ങിയ ശ്രുതി ഈ ഭാവത്തെ എടുത്തു കാണിക്കുന്നു. ശതമൂർത്തി, ശതം സഹസ്രം തുടങ്ങിയ ശബ്ദങ്ങൾ വാച്യാർത്ഥത്തിൽ 100, 1000 എന്നിങ്ങനെ അർത്ഥമാക്കുന്നെങ്കിലും അനേകത്തെ കാണിക്കാൻ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ശതമൂർത്തി എന്ന് പറഞ്ഞാൽ 100 മൂർത്തികളോടൊത്തവനെന്നല്ല, മറിച്ച് നിരവധിയായ എണ്ണിയാൽ ഒടുങ്ങാത്ത മൂർത്തികളോടൊത്തവൻ. ഏതേത് രൂപങ്ങളുണ്ടോ എല്ലാം ഭഗവാന്റെ രൂപം തന്നെ, ഏതേത് നാമങ്ങളുണ്ടോ എല്ലാം ഭഗവാന്റെ നാമങ്ങൾ തന്നെ. അങ്ങനെ പരിധിയില്ലാത്ത നാമരൂപങ്ങളോടൊത്തവനാണ്. അതുകൊണ്ട് ശതമൂർത്തി എന്നോ സഹസ്രമൂർത്തി എന്നോ എല്ലാം പറയാം. ആണ് ശതമൂർത്തി. ഇവിടെ പറയാണ് നാനാവികൽപജ മൂർത്തയ സംവിദാകൃതേഹേ സന്തീതി ശതമൂർത്തി. ജ്ഞാനസ്വരൂപമായ ആ പരമാത്മാവിന് അനേക വികൽപ്പനയ്ക്കനുസരിച്ച് അനേക മൂർത്തികളുണ്ട്. പക്ഷെ കാണുന്നവന്റെ ദൃഷ്ടിക്കനുസരിച്ച് വിവിധങ്ങളായ രൂപങ്ങൾ സത്യമെന്ന് ഭാസിക്കുകയാണ്. പരമാർത്ഥത്തിൽ അമൂർത്തിയാണെങ്കിലും കാണുന്ന ആളുടെ ദൃഷ്ടിക്കനുസരിച്ച് അനേക രൂപഭാവങ്ങളിൽ പ്രകടമാകുന്നത് കൊണ്ട് ശതമൂർത്തി. എങ്കിൽ സമാനമാണ് ശതാനനഃ. ശതാനനഃ അവിടെയും ശതം എന്നുള്ളത് 100 എന്ന അർത്ഥത്തിലല്ല, അനേകം എന്നുള്ള അർത്ഥത്തിലാണ്. അനേകം മുഖങ്ങളോട് കൂടിയവൻ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എണ്ണമറ്റ മുഖങ്ങളോട് കൂടിയവൻ. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ തുടങ്ങിയ ശ്രുതിവാക്യങ്ങൾ അനുസന്ധാനം ചെയ്യേണ്ടതാണ്. ഭാഷ്യകാരൻ പറയുകയാണ് വിശ്വാദിമൂർത്തിത്വം യതഃ അതഃ ഏവ ശതാനനഃ. വിശ്വൻ തുടങ്ങിയ മൂർത്തികളോടൊത്തവൻ ശതാനനൻ എന്ന് നമുക്കിങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഏതൊക്കെ മുഖം കാണപ്പെടുന്നുണ്ടോ എല്ലാം ഭഗവാന്റെ മുഖമാണ്, ഏതെല്ലാം രൂപമുണ്ടോ അതെല്ലാം ഭഗവാന്റെ രൂപമാണ്. ആ വിധത്തിൽ അനുസന്ധാനം ചെയ്യേണ്ടതാണ്. ഏതായാലും ഈ ഒരു ശ്ലോകത്തിൽ വിശ്വമൂർത്തി, മഹാമൂർത്തി, ദീപ്തമൂർത്തി, അമൂർത്തിമാൻ, അനേകമൂർത്തി, അവ്യക്ത, ശതമൂർത്തി, ശതാനനഃ ഇങ്ങനെ 8 പേരുകളാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.